Hi friends, Beckground Malayalam YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ ആപ്ലിക്കേഷൻസോ സെറ്റിംഗ്സിലെ ട്രിക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് വീഡിയോ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഈ വീഡിയോ ഉപകാരപ്പെടുക വീട്ടിൽ ചെറിയ ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഒരുക്കുന്നവർക്കും പിന്നീട് ഉപകാരപ്പെടുക ചെറുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെയാണ്. എന്താണ് വീഡിയോ എന്ന് പറഞ്ഞു തരാം. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം 2 ലൈറ്റ് നമ്മുടെ അടുത്തേക്ക് അടിക്കും. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് നമുക്ക് ആവശ്യമാണ്. യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുമെന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്, അവർ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ലൈറ്റിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒരുക്കാൻ പോവുകയാണ്. ഏതായാലും ഞാൻ ലൈറ്റിംഗ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്, യൂട്യൂബിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പണമൊക്കെ മുടക്കാണ്ട് ട്രൈപോഡും ലൈറ്റിംഗ് സെറ്റപ്പും ക്യാമറ അങ്ങനത്തെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ യൂട്യൂബിൽ DIY പിന്നെ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് അതുകൂടി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇത് ലഭിക്കും. എന്താണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതൊക്കെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിലൊന്നും കാണാത്തൊരു രീതിയിലാണ് ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് ഇതുപോലുള്ള അടിപൊളി ടെക്നോളജിപരമായ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് PVC പൈപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന 3/4 ഇഞ്ചിൻ്റെതാണ്, അതായത് 25 mm. നിങ്ങൾക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്കിത് ലഭിക്കും. അപ്പോൾ ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് 2 എൽബോ നമുക്ക് വേണം. നിങ്ങൾക്ക് ഈ വീഡിയോയിലായിട്ട് കാണാം, ഇതുപോലുള്ള 2 3/4 ഇഞ്ചിൻ്റെ എൽബോ വേണം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ടീ ആണ്. ജസ്റ്റ് 3 PVC പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഈ ടീ ഉപയോഗിക്കാറുള്ളത്. അങ്ങനത്തെ ഒരു ടീ നമുക്ക് വേണം. പിന്നീട് വേണ്ടത് കപ്ലർ. ഈ കപ്ലറിന് പല പേരുകളുമുണ്ട്. നമ്മൾ ഒരേ വലിപ്പമുള്ള 2 PVC പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് സാധാരണയായിട്ട് കപ്ലർ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ കപ്ലർ നമുക്ക് ഒന്ന് ആവശ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം നല്ല വലുപ്പത്തിലുള്ള ഒരു PVC പൈപ്പ് വേണം. നമുക്ക് തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ എത്രത്തോളം വലിപ്പം വേണം എന്നൊക്കെ നിങ്ങൾക്ക് PVC പൈപ്പിൻ്റെ അളവൊക്കെ മനസ്സിലാവും. ഞാൻ അപ്പോൾ അളന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വേണമെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ എത്രത്തോളം വലിപ്പം ഉണ്ടാവുമെന്ന്. പിന്നെ ഏകദേശം അതിൻ്റെ പകുതിയോളം വലിപ്പമുള്ള 2 കഷ്ണം PVC പൈപ്പും വേണം, 2 കഷ്ണം. അപ്പോൾ പിന്നീട് നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം PVC പൈപ്പും കൂടെ വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ PVC പൈപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് വയറിങ് ചെയ്യണമല്ലോ, നമുക്ക് ലൈറ്റ് വരണ്ടേ, ഇനി വയറിങ് ചെയ്യണം. അപ്പോൾ വയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കെട്ട് വയറുമാണ്. ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം വയറിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വയറ് വേണ്ടി വരുമെന്ന്. പറ്റ ക്വാളിറ്റി കുറഞ്ഞ വയറൊന്നും എടുക്കരുത്, ജസ്റ്റ് ഒരു ബൾബ് കത്തിക്കാനുള്ള വയർ മതി. 2 ബൾബ് ഓർഡർ വേണം, നമുക്ക് ബൾബ് ഫിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ 2 ബൾബ് ഓർഡർ വേണം. സാധാരണ 20 രൂപയുടെ ബൾബ് ഓർഡർ മതി. നമ്മൾ തൂക്കിയിടുന്ന ടൈപ്പ് ബൾബ് ഓർഡർ, ഈ ചുമരുമേൽ ഒട്ടിക്കുന്ന ബൾബ് ഓർഡർ വാങ്ങരുത്, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിലായിട്ട് കാണാം. അതുപോലുള്ള 2 ബൾബ് ഓർഡർ നമുക്ക് വേണം. 2 ബൾബും വേണം. നമുക്ക് സാധാരണയായിട്ട് LED ബൾബ് മതി, മറ്റേ ബൾബിനെക്കാട്ടി നല്ലത് LED ബൾബുകളാണ്. അപ്പോൾ 2 LED ബൾബുകൾ നമുക്ക് ആവശ്യമാണ്. ഒരു ഓൺ ഓഫ് സ്വിച്ച്, ഇതുപോലെ നമ്മൾ തൂക്കിയിടുന്ന ടൈപ്പ് സ്വിച്ചാണ് നല്ലത്. അപ്പോൾ ഒരു ഓൺ ഓഫ് സ്വിച്ച് നിങ്ങൾക്ക് വേണം. ഒരു 2 പിന്ന് വേണം, അതായത് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യാനാണ് ഒരു 2 പിന്ന്, അത് നമുക്ക് ആവശ്യമാണ്. വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലാക്ക്, റെഡ് അങ്ങനെ ഒരുപാട് കളറിലായിട്ട് വരുന്ന ഇൻസുലേഷൻ ടാപ്പുകളുണ്ട്. അതിൽ ബ്ലാക്ക് കളറായിട്ടുള്ള ഒന്ന് വേണം, ഒന്ന് ഫുള്ളായിട്ടൊന്നും വേണ്ടിയല്ല. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 5 രൂപയുടെ സൂപ്പർ ഗ്ലൂവിൻ്റെ അത്ര പവറുള്ള വേറെ ഏതെങ്കിലും പശ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഫാനിൻ്റെ സ്റ്റാൻഡാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലായിട്ട് കാണുന്ന ഇതുപോലുള്ള ഫാനിൻ്റെ സ്റ്റാൻഡാണ് വേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ പഴയ ഫാനിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാവും, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ പോയാൽ ഇതുപോലത്തെ ഫാനിൻ്റെ സ്റ്റാൻഡ് ലഭിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പുതിയതൊന്നും എടുത്ത് കേടെടുത്തിട്ട് ഇന്ന പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, വരത്തെ പുതിയൊന്നും എടുത്ത് കേടെടുത്താൽ നിൽക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള ഫാനിൻ്റെ സ്റ്റാൻഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഫാനിൻ്റെ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊന്തിക്കാനും താത്താനും ഇതിൽ കഴിയും. പിന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ഒരുപാട് PVC പൈപ്പ് ഇങ്ങനെയൊക്കെ വെച്ചാണ്ട് ഒരുപാട് TU ഇതൊക്കെ വെച്ചാണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇങ്ങനെ പൊന്തിക്കാനും താത്താനും പറ്റില്ല, പിന്നെ ഇത്ര കണ്ട് ഉറപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ ഈ ഫാനിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കാൻ തന്നെ കാരണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണ്ട് പോയാലോ.
ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക. ഈ സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.